ഈ വാടക വീടെന്നുള്ള ഒരു ഇതിൽ ഞാൻ താമസിക്കും കാലം വരെ എനിക്കും എൻ്റെ കുഞ്ഞിനൊരു വിലയില്ല. അപ്പം ഇനി അവരെ മണ്ടയടിച്ച് പൊളക്കും എന്ന് പറഞ്ഞതില്ലോ ഇനി ഇവിടെ എന്നെ ഇപ്പം ഭക്ഷണം കഴിക്കാൻ പോലും പൈസ ഇല്ല വാങ്ങാനൊന്നും. എനിക്ക് കാരണം അപ്പം ഞാൻ പറയും ഞാൻ പിച്ചക്കാരിയല്ല സർ, പക്ഷെ ഇപ്പം ഞാൻ പിച്ചക്കാരിയായി. എന്നെ പിടിച്ചിങ്ങനെ തള്ളിയിട്ട് പറഞ്ഞു, മാഡം വനിതാ മാഡം പിടിച്ച് തള്ളിയിട്ട് പറഞ്ഞു, സ്ത്രീകളെ ജയിലിൽ പിടിച്ചിടണോ? നിങ്ങൾ ഇങ്ങോട്ട് മാറി നിൽക്കുക. അപ്പോൾ വേറൊരു പോലീസ്, ഒരു ആൺ പോലീസ് അവിടെ നിന്ന ആൾ ഇപ്പുറത്ത് വന്നു, ജയിലിൽ പിടിച്ചിട്ട് നിങ്ങൾ അടിക്കും, ഞങ്ങളിപ്പോൾ അടിക്കും എന്ന് പറഞ്ഞു. ഞങ്ങൾ അടിക്കും, നിങ്ങളെ ജയിലിൽ കെട്ടിയിട്ട് അടിക്കും, നിങ്ങളെ കയറാൻ സമ്മതിക്കത്തില്ല. നമസ്കാരം, ഞാനിപ്പോഴുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ പള്ളിച്ചൽ പെരിങ്ങമലയിലാണ്. ഇത് ശ്രീകല. പല വാടക വീടുകൾ മാറി മാറി ഒടുവിൽ ബാലരാമപുരം വെടിവെച്ചാൻ കോവിലിലെ വാടക വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോഴാണ് 24 ചാനൽ ശ്രീകലയുടെ കഥ വാർത്തയാക്കുന്നത്. 24 ചാനലിൻ്റെ പ്രവർത്തകർ ഇടപെട്ട് ശ്രീകലയ്ക്ക് പെരിങ്ങമലയ്ക്കടുത്ത് ഈ വീട് വാടകയ്ക്ക് സംഘടിപ്പിച്ചു കൊടുത്തു. കുറച്ചു മാസത്തെ വാടകയും അവർ കൊടുത്തു. ഒരു താൽക്കാലിക സംവിധാനം എന്ന നിലയ്ക്കാണ് 24 ചാനൽ ശ്രീകലയ്ക്ക് വേണ്ടി ഈ വീടൊരുക്കിയത്. എന്നാൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി ശ്രീകലയ്ക്ക് വാടക കൊടുക്കാൻ പോലും നിവൃത്തിയില്ല. +2 92% മാർക്കോടെ വിജയിച്ച ശ്രീകലയുടെ മകൾ ഗായത്രി തുടർ പഠനത്തിന് നിവൃത്തിയില്ലാതെ ഇപ്പോഴും വീട്ടിൽ തന്നെയുണ്ട്. പലപ്പോഴും ഈ കുടുംബം പട്ടിണിയിലാണ്. നമുക്ക് ശ്രീകലയോട് തന്നെ ചോദിക്കാം. ശ്രീകല, എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്? ഇവിടെ എത്തിപ്പെട്ട 24 ചാനലാണ് ഞങ്ങൾക്ക് എടുത്തു തന്നെ. സ്ഥലമൊന്നും പരിചയമില്ല. അപ്പോൾ പേരൂർക്കടയിലാണ് അവർ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു പേരൂർക്കടയിൽ പോകണ്ട, എനിക്ക് വിശ്വാസമില്ല ഏരിയ, എൻ്റെ കുട്ടിയും കൊണ്ട് കിടക്കുന്നതാണ്. അപ്പോൾ ഇവിടെ അവർ തന്നെ എനിക്ക് വാർത്തയിട്ട് സിജി എന്ന് പറയുന്ന വ്യക്തിപരമായിട്ടുള്ളൊരു മാഡമാണ് എനിക്ക് ഇതിന് സ്പോൺസർ വന്ന് ചെയ്ത് എനിക്ക് വാടക കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിന് കുറച്ച് ആൾക്കാരൂടി സംഘടിച്ചിട്ട് കൂടെയൊക്കെയാണ് എനിക്ക് ഈ വീടെടുത്ത് തന്നത്. അതിനുശേഷം അവർ ഫോൺ വിളിക്കരുന്ന സിജി മാഡം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഞങ്ങൾ വിളിക്കാറില്ല. 24 വിളിച്ചാലും ആരും എടുക്കത്തില്ല ഫോൺ. ആരും ഷഫീഖ് സാറോ ആരും എടുക്കത്തില്ല. ശ്രീകണ്ഠൻ സാറുമായിട്ടൊരു അഭിമുഖം ഞങ്ങൾ കൊച്ചിയിൽ ഞാൻ എൻ്റെ കുട്ടിയെ കൊണ്ട് പള്ളിച്ച വെങ്ങാനൂർ പഞ്ചായത്തിൽ നിന്ന് പിരിച്ച് എനിക്ക് തന്നു. അതുകൊണ്ടാണ് ഞാൻ ശ്രീകണ്ഠൻ സാറിനെ കാണാൻ എൻ്റെ മകളും ഞാൻ പോകുന്നത്. എനിക്ക് വീടില്ല. അപ്പോൾ അതിന് വേണ്ടി എനിക്ക് മരിക്കാൻ കഴിയില്ല, എനിക്ക് എൻ്റെ കുഞ്ഞിനെ ജീവിക്കണം. അപ്പോൾ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ജീവിക്കണം എന്നുള്ളൊരു അവകാശം ഞങ്ങൾക്കുണ്ടല്ലോ. അതുകൊണ്ട് ഞാനും എൻ്റെ കുട്ടിയും പോയി ഞങ്ങളുടെ ദുഃഖം കൊണ്ട് പോയപ്പോൾ സാറുമായിട്ട് ലൈവിൽ ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഞാൻ അപേക്ഷ കൊടുത്തു. സാറിനെ കാണാനൊന്നും അനുവദിക്കില്ലായിരുന്നു. പക്ഷേ എൻ്റെ ആ സങ്കടം കണ്ട് ഒരു മേഡമാണ് എനിക്ക് സാറിനെ കാണാനുള്ളൊരു അനുമതി എനിക്ക് ലഭിച്ചത്. അതനുസരിച്ച് ഞാൻ സാറിനോട് എൻ്റെ സങ്കടം പറഞ്ഞു, അപേക്ഷ കൊടുത്തു. അപ്പോൾ സാറ് പറഞ്ഞു, ശ്രീകണ്ഠ സാറ് പറഞ്ഞത് ഇങ്ങനെയാണ്, തിരുവനന്തപുരം ബ്യൂറോയുമായിട്ട് ഇടപെട്ട് നിങ്ങൾക്ക് വേണ്ടുന്നത് അവർ ചെയ്യും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതുവരെയും അതിനുശേഷം ഒരു ഫോൺ കോളോ ഒന്നും ഞങ്ങൾ വിളിച്ചു. അവർ ഇത്രയും ഒരു സംവിധാനം നിങ്ങൾക്ക് ഒരുക്കി തന്നില്ലേ? ഇത്രയും മാസം വാടക തന്നു. അവർക്ക് എല്ലാവരെയും സഹായിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല കേട്ടോ. ഇല്ല, ഒരിക്കലും ശ്രീകണ്ഠ സാറിനെയോ അദ്ദേഹത്തിൻ്റെ ഭാരവാഹികളെയോ ഞാൻ കുറ്റം പറയുന്നില്ല. ഇത്രയും ചെയ്തതും എനിക്ക് എൻ്റെ കുഞ്ഞിനും ഒരു വലിയ പുണ്യമാണ്. കാരണം ഇല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ കരുതാവൂ. കാരണം നിങ്ങളെ ഒരു ആപത്ഘട്ടത്തിൽ സഹായിച്ചവരാണ് അവർ. അപ്പം നമ്മൾ ഒരിക്കലും അവരെ കുറ്റം പറയാൻ പാടില്ല. സഹായിച്ചു എങ്കിലും എനിക്ക് വീടില്ല. സ്ത്രീകളുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളൊക്കെ എവിടെയാണ്? അച്ഛനും അമ്മ മരിച്ചുപോയി. സഹോദരങ്ങളെല്ലാം വളരെ ദൂരെയാണ്. അവരെയൊന്നും അറിയില്ല. അമ്മയുടെ കാലത്തെ അവരെല്ലാം പിണങ്ങിപ്പോയി. ഇപ്പോൾ എൻ്റെ വിവാഹത്തിനൊന്നും അവരാരും ഇല്ലായിരുന്നു. ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും ഞങ്ങൾ ഇത്രയും പേര് ഞങ്ങളുടെ ബന്ധുക്കളും അന്യരായിട്ടുള്ള ആൾക്കാരും ഒക്കെ ആയിരുന്നു. പിന്നെ ഇപ്പോൾ ഇടയ്ക്ക് എൻ്റെ വിവാഹം കഴിഞ്ഞ് 2 മാസമേ ഞാൻ ഹസ്ബൻഡിനോടൊപ്പം താമസിച്ചുള്ളൂ. അതിനാൽ അമ്മച്ചവർ സ്ത്രീധനത്തിൻ്റെ പേരിൽ എന്നെ ഉപേക്ഷിക്കപ്പെടുകയാണ് ചെയ്തത്. ഇപ്പോൾ അതിലൊരു കുട്ടിയുണ്ട്. മകളെയും കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ജീവിതം. അപ്പോൾ എൻ്റെ മകൾക്കും എനിക്കും വീടില്ല. ഈ ശ്രീകലയുടെ ഒരു സഹോദരൻ പോലീസിലാണെന്ന് ശ്രീകല പറയുന്നുണ്ടല്ലോ. അദ്ദേഹത്തിനെ പോയി ഒന്ന് കാണാൻ പാടില്ലായിരുന്നു? ഇല്ല, അദ്ദേഹമായിട്ട് യാതൊരു വിധത്തിലും ഒരു കമ്മ്യൂണിക്കേഷൻ ഞങ്ങളിലൂടെ ഉണ്ടാവില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ് പുള്ളിക്കാരൻ. അപ്പോൾ വിവാഹം കഴിഞ്ഞതോടുകൂടി പെറ്റമ്മയെപ്പോലും കാണാൻ
കൂട്ടാക്കാത്ത ഒരു സഹോദരനാണ്. അപ്പോൾ പിന്നെ ഞങ്ങളെ സഹോദരങ്ങളെ നോക്കുമെന്ന് യാതൊരു പ്രതീക്ഷയും ഇല്ല. ഈ വെടിവെച്ചാൻ കോവിലിൽ നിന്ന് നിങ്ങളെ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതായിട്ടുള്ള ഒരു വാർത്ത വന്നിരുന്നു. എന്താണ് അതിന് സംബന്ധിച്ച്? അതിൽ ഇറക്കി വിട്ടു. 11 മാസം എഗ്രിമെൻ്റ് വെച്ചിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങൾ 3 മാസം മുടങ്ങിയിരുന്നു. മുടങ്ങിയ കാരണമെന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛൻ വളരെ സീരിയസ് ആയിട്ട് ട്യൂബ് ഇതിലൊക്കെയാണ് അച്ഛൻ കിടന്നത്. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അങ്ങനെ അവിടെയെല്ലാം ചികിത്സ. സ്ത്രീകളെയാണോ സംരക്ഷിച്ചത്? അതെ, ഞാൻ തന്നെയാണ്. പിന്നെ 2 മാസം എനിക്ക് ഭക്ഷണത്തിന് നിവർത്തിയില്ല. എന്നെ കൊണ്ട് കൊടുക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ഞാൻ അനാഥാലയത്തിൽ മറ്റു മക്കളാരും നോക്കുന്നില്ല, അച്ഛന് ഭക്ഷണമെങ്കിലും അവിടെ നിന്ന് കിട്ടട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ 2 മാസം ഞാൻ അനാഥാലയത്തിലാക്കിയത്. അല്ലാതെ എൻ്റെ അച്ഛനെ അനാഥാലയത്തിലാക്കണമെന്ന് എനിക്ക് യാതൊരു ആഗ്രഹവും ഇല്ല. പക്ഷേ എനിക്ക് എൻ്റെ കുഞ്ഞിനും ഭക്ഷണത്തിന് ഞാൻ എവിടെ നിന്നെങ്കിലും കൊണ്ടുവരും. ജോലിയും കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ അച്ഛനെ നോക്കുന്നത്. എന്ത് ജോലിയാണ് ഇപ്പോൾ സ്ത്രീകളെ ചെയ്യുന്നത്? ഇപ്പോൾ ഞാൻ വല്ല ആണ്ടിലും ക്ലീനിങ്ങിനും എല്ലാം വിളിക്കും, പോയി തൂത്ത് തുടച്ച് കൊടുക്കും. 100-150 രൂപ കിട്ടും, അത്ര തന്നെയാണ്. അതിൽ പിന്നെ എനിക്ക് ഭക്ഷണത്തിന് നല്ല രീതിയിൽ തികയുന്നില്ല. എൻ്റെ മോൾക്ക് നല്ല ഭക്ഷണം പോലും കൊടുക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഇവിടെ എത്രയാണ് വാടക? ഇവിടെ വാടക 3500 രൂപയാണ് വാടക. എത്ര മാസത്തെ മുടക്കം വന്നിട്ടുണ്ട്? ഇപ്പോൾ 2 മാസത്തെ 3 മാസത്തെ മുടക്കം. അവർ വാടക ഞങ്ങളോട് ആവശ്യപ്പെടുന്നില്ല, മാറിക്കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ 24 സിജി മേഡോ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ശ്രീകല വിളിച്ച് പറയും 24നോട്. അപ്പോൾ അത് പ്രകാരം ഞങ്ങൾക്ക് നിങ്ങൾ മാറിത്തരണം, ഞങ്ങൾക്ക് വാടക കൃത്യമായിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാറിത്തരണം. ജൂണിൽ ഇല്ലെങ്കിൽ ആളിനെ കൊണ്ടുവന്ന് താമസിപ്പിക്കും, ഇല്ലെങ്കിൽ ഞങ്ങൾ കയറി താമസിക്കും എന്നാണ് പറഞ്ഞത്. ഈ കയറി താമസിക്കുമെന്ന് പറയുമ്പോഴും ഇപ്പം ഭയമാണ്. ഈ ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധിയിൽ എനിക്ക് ഭയമാണ്. കാരണം വെടിവെച്ചാൽ കോലിക്കിടന്ന് എന്നെ അടിച്ചില്ലെന്നേ ഉള്ളൂ. വാടക പൈസ കൊടുക്കും, മാറാൻ താമസിന് മണ്ടയടിച്ച് പൊളക്കൊന്നും എന്നെ നാനാവിധങ്ങൾ എന്നെ പറഞ്ഞു. അതിൽ കൂടി ഞാൻ ഒരുപാട് അഭിമാനം എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ വില പോലും പോയി. ഈ വാടക വീടെന്നുള്ള ഒരു ഇതിൽ ഞാൻ താമസിക്കും കാലം വരെ എനിക്കും എൻ്റെ കുഞ്ഞിനൊരു വിലയില്ല. അപ്പം ഇനി അവരെ മണ്ടയടിച്ച് പൊളക്കും എന്ന് പറഞ്ഞതിലും ഇനി ഇവിടെ എന്നെ ഞാൻ ഇറങ്ങിയില്ലെങ്കിൽ അവരടിക്കും, തീർച്ചയായിട്ടും അടിക്കും. ഇനി അതൊന്നും മോള് ഏതുവരെ പഠിച്ചു? ഞാൻ +2 വരെ പഠിച്ചു. ഇനി എന്താണ് ആഗ്രഹം? ഇനി ഡിഗ്രിക്ക് പോകണമെന്നാണ് ആഗ്രഹം. അത് കഴിഞ്ഞ് ആരാകണം? എനിക്ക് ലോയർ ആകാനാണ് ആഗ്രഹം. ഇപ്പം എങ്ങനെയാണ് ജീവിതം? എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വാടകയൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പം അമ്മയ്ക്ക് സംസാരിക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് തന്നെ ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. അപ്പം അഥവാ പോയാൽ തന്നെ കുറച്ച് പൈസ കിട്ടുള്ളൂ. ആ പൈസ വെച്ചാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ വാടക കൊടുക്കാനൊന്നും ഇല്ല. അപ്പം ഭക്ഷണം കഴിക്കാൻ പോലും പൈസ ഇല്ല വാങ്ങാനൊന്നും. അവൾ ചോദിച്ചാൽ അറിയാം സാറ്, മുട്ടമുട്ടിൽ ചെന്ന് അന്വേഷിച്ചാൽ അറിയാം. എവിടെ അന്വേഷിച്ചാലും എന്നെ അറിയാം. കാരണം ഞാൻ ഓരോ വീട്ടിൽ ചെന്ന് പണി ചോദിച്ച് ചെല്ലുമ്പോൾ ചിലർ ആട്ടിപ്പാക്കും. നല്ല പാർട്ടി ഓഫീസിൽ ചെന്നപ്പോഴത്തേക്കും മെഞ്ഞാന്ന് സാറ് എനിക്കൊരു ഊണിന് ജോലി ചെയ്യാൻ കഴിയുന്നില്ല, ചോദിച്ചിട്ട് കിട്ടിയില്ല, വയ്യെങ്കിലും ഞാൻ ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ജോലിയില്ല. അപ്പോൾ അവിടെ ഇരുന്നൊരു പാർട്ടിക്കാരൻ കാലുവയ്യാത്ത ഒരാൾ, ആ നമ്പർ ഇതിവിടെ ഇരിപ്പുണ്ട്, ഞാൻ പാർട്ടി ഓഫീസിൽ പോയ ഒരു നമ്പർ. അപ്പോൾ കൃഷ്ണൻ എന്ന് പറയും, പുള്ളിയുടെ നമ്പർ, പ്രായം ചെന്ന മനുഷ്യൻ. ഞാൻ പറഞ്ഞു സാർ നിങ്ങളെല്ലാവരും കൂടെ വിചാരിച്ച് എനിക്കൊരു വീടിന് ഹെൽപ്പ് ചെയ്യൂ, ഞാൻ ഒറ്റയ്ക്ക് ഇനി പറ്റത്തില്ല, എനിക്കെൻ്റെ കുഞ്ഞിനും ഈ ഭൂമിയിൽ ജീവിക്കണം എന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. വിജയൻ സാറിനെ വിളിക്കാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ എനിക്കൊരു ഊണിനുള്ള പൈസ തരുമോ, എനിക്ക് വാങ്ങിത്തരുമോ? അങ്ങനെ 100 രൂപ എടുത്ത് തന്ന് ആ 100 രൂപ കൊണ്ടുവന്നാണ് ഞാൻ ഭക്ഷണം വാങ്ങി എൻ്റെ ഞാനും കഴിച്ചത്. പിറ്റേന്ന് പച്ചരി കഞ്ഞിയാണ് കഴിച്ചത്. അപ്പോൾ അതിൽ കഴിച്ചപ്പോൾ എനിക്ക് ഈ അസുഖം കൂടെ ഉള്ളതുകൊണ്ട് കൂടും, അപ്പോൾ അത് ബലം കിട്ടില്ല. അങ്ങനെയാണ് പിന്നെ ഞാൻ പോയി ഒരു ഊണ്, എൻ്റെ മോക്കും എനിക്കും കൂടെ ഒരു ഊണ് അവരെനിക്ക് വാങ്ങിച്ച് തന്നു. അതിനുശേഷം ഞാൻ വീണ്ടും ഒന്നുകൂടി കയറി. കാരണം എനിക്ക് ഉറപ്പില്ല സാർ, നിങ്ങളൊക്കെ വിചാരിച്ചാൽ എനിക്കൊരു വീടിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലേ? പത്രത്തിലോ ടി വിയിലോ ഒക്കെ എൻ്റെ കാര്യം ഇങ്ങനെയാണ്. അപ്പോൾ എൻ്റെ കാര്യമൊന്നും അവർക്ക് കേൾക്കാനേ താല്പര്യമില്ല. ഇങ്ങനൊരു സങ്കടം ചെന്ന് പറയുന്നു, അവർക്ക് കേൾക്കാൻ താല്പര്യമില്ല. അപ്പോൾ അതിലൊരാൾ ഇരുന്നിട്ട് പുള്ളിക്കാരൻ ഒറ്റയ്ക്കുള്ള കാല് വയ്യാത്ത, ആ പേരൊന്നും എനിക്കറിയത്തില്ല. ആ പുള്ളി ഞാൻ ഒരു പിച്ചക്കാരി എന്നോണം ഇങ്ങനെ എന്നെ പോയി എന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കുന്നു. അപ്പം എനിക്ക് കാരണം ഞാൻ പറയും ഞാൻ പിച്ചക്കാരിയല്ല സർ, പക്ഷേ ഇപ്പം ഞാൻ പിച്ചക്കാരിയായി. ഈ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ സർക്കാരിനോ എന്തെങ്കിലും പരാതികളോ നിവേദനങ്ങളോ കൊടുത്തിരുന്നോ ശ്രീകല? കൊടുത്തിരുന്നു. മുഖ്യമന്ത്രി സാറിനെ ഞാൻ പല പ്രാവശ്യം ഞാൻ പോയി കാണാൻ, രാകേഷ് സാർ തദ്ദേശ വകുപ്പിലെ സാറിനെ കാണാൻ പോയി.
സാറിനെ കണ്ടു. മൂന്നാമത്തെ പ്രാവശ്യം എനിക്ക് സാറിനെ കാണാൻ കഴിഞ്ഞു. എന്നെ കയറ്റില്ലായിരുന്നു. അപ്പോൾ 1-2 വനിതാ പോലീസിന് വിഷമം വന്ന് എൻ്റെ സങ്കടത്തിൽ കൈക്കൊണ്ടവർ പറഞ്ഞു ശ്രീകല മാഡത്തിന് കയറ്റി. അങ്ങനെ ആ ഒരു അനുവാദം എനിക്ക് മാഡം തന്നു. അങ്ങനെ ഞാൻ രാകേഷ് സാറിനെ കാണാനിടയായി. അങ്ങനെ ഈ എം പി രാജേഷ് സാറിനെ കണ്ടു. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ലൈഫിൽ ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എൻ്റെ അച്ഛന് വേണ്ടി എടുത്തു, എനിക്ക് തരാൻ ആരുമില്ല. അങ്ങനെ എൻ്റെ അച്ഛനെ എനിക്ക് രക്ഷിച്ചേ പറ്റുള്ളൂ എന്ന് കരുതി ആ പൈസ എടുത്തിട്ടാണ് ഞാൻ ഭക്ഷണവും എൻ്റെ അച്ഛന് ചികിത്സയും എല്ലാം ഞാൻ നടത്തിയത്. ഇപ്പോൾ ആ പൈസ മറഞ്ഞുപോയി സാറേ. എനിക്കൊരു വീട്, സാറൊക്കെ വിചാരിച്ചാൽ എനിക്ക് വീട് തരാൻ പറ്റുമല്ലോ. ഞങ്ങൾക്ക് എൻ്റെ പെൺകുട്ടി, ഞങ്ങൾ സ്ത്രീകളല്ലേ, വെളിയിൽ ഇറങ്ങി കിടക്കാൻ പറ്റൂ. ഇതെല്ലാം പറഞ്ഞപ്പോഴും സാറ് ഞാൻ അവിടെ എന്തായാലും പഞ്ചായത്ത് തീരുമാനിക്കട്ടെ, നിങ്ങൾ അടിസ്ഥാനം കെട്ടാൻ പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പൈസ നിങ്ങൾ തിരിച്ചടയ്ക്കുക എന്നൊരു കരുണയില്ലാതെ സാറ് പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിനെ കാണാൻ ചെന്നപ്പോഴൊന്നും ആരും സമ്മതിക്കില്ല. പിന്നെ ഞാൻ അതുവഴി കറങ്ങിയിട്ട് ഞാൻ മുഖ്യമന്ത്രിയെ കാണാൻ കയറി. അപ്പോൾ ചീഫ് മിനിസ്റ്റർ 3 മണിക്ക് അവിടെ വരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് മുഖ്യമന്ത്രിയെ കാണണം. ഇത് എങ്ങനെയോ അറിഞ്ഞൊരു പോലീസുകാരനും മേഡവും കൂടി അവിടെ വന്നിട്ട് പറഞ്ഞു, അത് ശ്രീകല വെടിവെച്ചാങ്കോലും എന്ന് പറഞ്ഞാൽ ആ ഒരു മേഡം ഇപ്പോൾ ഇവിടെ എത്തും, അവർക്ക് കാണാനുള്ള അനുമതി കൊടുക്കരുത് എന്നവിടെ നേരത്തെ കൂട്ടി ശുപാർശ ചെയ്തിരുന്നു. കാരണം അവിടെ രാകേഷ് MD സാറിനെ ചെന്ന് കണ്ടപ്പോൾ അവിടെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി. കാരണം ഇവരെന്നെ കയറ്റാക്കാൻ സമ്മതിക്കില്ലായിരുന്നു. പണക്കാരായിട്ടുള്ളവരെല്ലാവരും കയറുന്നു. അപ്പോൾ ഞാൻ വളരെ ദാരിദ്ര്യത്തിൽ കിടക്കുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് എന്നെ അവർ കയറ്റിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ഒരു വനിതാ മേഡം, അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പാസ് തരണം. അപ്പോൾ ഒട്ടനവധി VIP വന്ന് നിൽക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി സാറുണ്ട്. അപ്പോൾ ആ സമയം ചെന്നപ്പോൾ ചീഫ് മിനിസ്റ്റർ ഇവിടെ ഇല്ല, ദൂരെ എവിടെ എന്തോ കാര്യത്തിന് അദ്ദേഹം പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. അന്ന് അവിടെ വന്നെന്ന് ഞാൻ അറിഞ്ഞു. അങ്ങനെ ആയപ്പോഴും ഞാൻ ചെന്നപ്പോൾ ഉണ്ട് പാസ് തരണമെന്ന് പറഞ്ഞു. സാർ എനിക്ക് പാസ് തരണം, എനിക്ക് മുഖ്യമന്ത്രി സാറിനെ കണ്ടേ തീരുള്ളൂ. എനിക്ക് അദ്ദേഹത്തോടല്ലാതെ എനിക്ക് പറയാനില്ല, എൻ്റെ പഞ്ചായത്തും ആരും എനിക്കില്ല, അതുകൊണ്ട് എനിക്ക് കാണണമെന്ന്. ഇല്ല ശ്രീകല അവിടെ ഇരിക്കാൻ പറഞ്ഞു, പാസ് തന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ മാഡം വന്നിട്ടുണ്ട്, ശ്രീകലയ്ക്ക് എന്താണ് ആവശ്യം? ചീഫ് മിനിസ്റ്ററെ കാണണം. അപ്പോൾ എല്ലാവരും കയറ്റി വിടുന്നു പോകുന്നു, എന്നെ മാത്രം അവിടെ ഇരുത്തിയിരിക്കണം. ഞാൻ പറഞ്ഞു എനിക്ക് ചീഫ് മിനിസ്റ്ററെ കണ്ടേ തീരുള്ളൂ, ഇനിയിപ്പോൾ കാണാം അവിടെ ഇരിക്കുന്നു. ഇവർ പാസ് എനിക്ക് ഒരു വിധത്തിൽ തരില്ല. അവസാനമായപ്പോൾ ഞാൻ പറഞ്ഞു മാഡം എന്നെ എന്തായാലും ഒഴിച്ചിരുത്തിയിരിക്കുകയാണ്, എനിക്ക് അദ്ദേഹത്തെ കണ്ട് എൻ്റെ സങ്കടം എനിക്ക് പറഞ്ഞാൽ മതി മാഡം, എനിക്ക് വേറെ ആരോടും പറയാനില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആയപ്പോഴത്തേക്ക് ഇവർ ഇങ്ങോട്ട് മാറി ഇന്ന് വഴിക്ക് ഞാൻ കടക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് ശ്രീകല എവിടെ പോകുന്നു, അങ്ങോട്ട് ഇരിക്കുന്നു പറഞ്ഞു. ജയിലിൽ പിടിച്ചിടണോ? എന്നെ പിടിച്ചിങ്ങനെ തള്ളിയിട്ട് പറഞ്ഞു വനിതാ മേഡം പിടിച്ച് തള്ളിയിട്ട് പറഞ്ഞു, ശ്രീകല ജയിലിൽ പിടിച്ചിടണോ? പിന്നെ നിങ്ങളിങ്ങോട്ട് മാറി നിൽക്കുക. അപ്പോൾ വേറൊരു പോലീസ്, ഒരു ആൺ പോലീസ് അവിടെ നിന്ന ആൾ ഇപ്പുറത്ത് വന്നു, ജയിലിൽ പിടിച്ചിട്ട് നിങ്ങൾ അടിക്കും, ഞങ്ങളിപ്പോൾ അടിക്കും എന്ന് പറഞ്ഞു. ഞങ്ങൾ അടിക്കും, നിങ്ങളെ ജയിലിൽ കയറ്റിയിട്ട് അടിക്കും, നിങ്ങളെ കയറാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു. ചീഫ് മിനിസ്റ്റർ ഇപ്പോൾ കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, കാണാൻ പറ്റത്തില്ല, ശരി. അപ്പം പ്ലക്കാർഡും കൊണ്ടാണ് ഞാൻ അപ്പോഴവിടെ നിന്നത്. പ്ലക്കാർഡ് എവിടെ? പ്ലക്കാർഡിൽ എനിക്ക് വീടില്ല, എനിക്ക് എൻ്റെ കുഞ്ഞിനും വീടില്ല, ഇത്രാം തീയതിക്കുള്ളിൽ മാറിക്കൊടുക്കണം, ഞങ്ങൾ എവിടേക്ക് പോകും, കിടക്കാൻ ഇടമില്ല എന്ന് പറഞ്ഞു. പഠിച്ചു? ഞാൻ SLC വരെ ഞാൻ പോയിട്ടുള്ളൂ സർ. SLC വരെ ഞാനന്ന് കരുതി എൻ്റെ മോളുടെ ആ ഒരു നില കണ്ടപ്പോൾ വെടിവെച്ചാൽ കൊല്ലിച്ച് അടിച്ചിറക്കി വിട്ട് ആ ഒരു സംഭവം വളരെയധികം വേദനാജനകമായിപ്പോയി. കാരണം എൻ്റെ മോള് അവളെ മാനസിക നില പോലും തെറ്റുമെന്ന് ഞാൻ കരുതി. പക്ഷെ അതെല്ലാം തരണം ചെയ്ത് എനിക്ക് ഈശ്വരന് മരണം എന്നത് പുൽകാതെ ഈശ്വരൻ എനിക്ക് ഇപ്പോഴും എൻ്റെ കുഞ്ഞിനും എനിക്കും മാനസികമായിട്ട് ഇനി പ്രോബ്ലം ഉണ്ടാവുന്നെങ്കിലേ ഉള്ളൂ, ഇനി വിഷമങ്ങളുണ്ടാവും. കാരണം വീട് തരില്ലെന്നുള്ള ചിന്ത മാനസികമായിട്ട് എൻ്റെ കുട്ടിക്കും എനിക്കും ആയിക്കഴിഞ്ഞ് വീട് കിട്ടില്ല എന്നുള്ളൊരു ഉറപ്പ്. കാരണം എനിക്ക് വസ്തു ഉണ്ടെങ്കിലും അതിന് വഴിയില്ല. അപ്പോൾ എനിക്ക് അങ്ങനെയും വീട് കിട്ടില്ല. വസ്തു ഉള്ളത് ബാലരാമപുരത്ത്. എത്ര സെന്റ് വസ്തു ഉണ്ട്? 3 സെന്റ് ഉണ്ട്. അവിടെ വഴിയൊന്നുമില്ല. വഴി ഉണ്ട് സാർ, പക്ഷെ അത് രാത്രി എനിക്ക് വയ്യാതെ ആയിപ്പോയാൽ പോകാനും വരാനും ഞങ്ങൾക്ക് ആൺതുണയില്ല. അപ്പോൾ പോകാനും വരാനും ഒക്കെ പറ്റത്തില്ല. ഇതുപോലെയുള്ള റൂട്ടല്ല, കുറച്ചിനി താഴോട്ട് ഒരുപാട് താഴെ ഇറങ്ങി വരണം. അത് ഉരുണ്ടടിച്ചൊക്കെ വീഴും അവിടെ, അങ്ങനെയുള്ള വഴിയാണ്. അപ്പോൾ അവിടെ വസ്തു ഇപ്പോൾ കേന്ദ്രം എടുക്കുകയാണ്. അതും കൂടി അറിഞ്ഞപ്പോൾ ആകെ ഞാൻ തകർന്നു പോയി. പിന്നും എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു പറ്റി നിൽക്കുക, ആരെങ്കിലും വെച്ചിന് കിടക്കാമെന്ന് വെച്ചപ്പോൾ വീണ്ടും ഇനി ഞാൻ അവിടെ നിന്നും എഴുന്നേറ്റ് വീണ്ടും വീട് പിഴുതെറിയേണ്ട ഒരവസ്ഥയാണ് എനിക്ക്. മോളെന്താ ഈ +2 കഴിഞ്ഞ് 1 വർഷം പഠിക്കാൻ പോകാത്തത്? അപ്പോഴായിരുന്നു ഈ വാടക കൊടുക്കാതെ അടിച്ചിറക്കി വിട്ട സംഭവമൊക്കെ. പിന്നെ പൈസ ഇല്ലായിരുന്നു കയ്യിൽ. അങ്ങനെയാണ്. മോളെന്ത് കഴിച്ചു രാവിലെ? രാവിലെ
ദോശ കഴിച്ചു. മോക്കിപ്പോൾ അത്യാവശ്യം എന്താണ് വേണ്ടത്? പഠിക്കാനുള്ള സൗകര്യം വേണം അല്ലേ? പഠിക്കാനും വേണം. പിന്നെ ഇപ്പോൾ വാടക വീടാണ്. അപ്പം വീട് ഞങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ പിന്നെ വാടക കൊടുക്കാതെ കിടക്കാമല്ലോ. അതുമല്ല അമ്മയ്ക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പോൾ പൈസയും കുറവാണ്. അപ്പം ഇനി ഇങ്ങനെ ഒരുപാടായി ന്യൂസിലൊക്കെ വന്നതാണ്. ഇതുവരെ ഒന്നും ആയില്ല. 24 നിന്നും ലൈഫിലെ വീടൊക്കെ വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടും ഇപ്പം ആരും വിളിച്ചിട്ട് കോണ്ടാക്റ്റ് ഒന്നുമില്ല. അപ്പം അവർ നിസ്സഹായരാണെന്നാണ് പറയണത്. ഒരുപാട് പേർക്ക് ഞാനും അമ്മയും പോയി അപേക്ഷ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആരും പറഞ്ഞില്ല. ഇതെന്താണ്? ഇത് എൻ്റെ മോൾക്ക് കൊറോണ സമയത്ത് SLCക്ക് നല്ല ശതമാനം മാർക്ക് വാങ്ങിയപ്പം എൻ്റെ മോൾക്ക് പാർട്ടിക്കാർ കൊണ്ടുവന്ന് കൊടുത്തതാണ്. ട്യൂഷൻ പോലും പഠിച്ചാൻ പോയില്ല. ഈ ഫോണ് ഞാൻ കടമെടുത്ത് എൻ്റെ കുഞ്ഞിന് കൊടുത്ത ഫോണിലാണ് അവൾ പഠിച്ചത്, മാർക്ക് വാങ്ങിച്ചത്. അപ്പോഴും പാർട്ടിക്കാർ കൊണ്ട് കൊടുത്ത ട്രോഫിയാണ് ഇത്. ഇപ്പോഴും പറഞ്ഞ് മോൾക്ക് പഠിപ്പിക്കാൻ സഹായം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പോയി. പിന്നെ അവർ ഫോൺ വിളിച്ചാലൊന്നും എടുക്കത്തില്ല, ഒന്നും ചെയ്തില്ല. ശ്രീകല ഇങ്ങനെ സംസാരിക്കുന്നത്, ഒരുപാട് നേരം സംസാരിക്കുമ്പോൾ ശ്രീകലയ്ക്ക് ശബ്ദം പോകും, നാക്ക് കുഴയും. അതുകൊണ്ടാണ്. ഗായത്രി SSLC പാസ്സായപ്പോൾ CPM വെടിവച്ചാൻ കോവിൽ 15-ാം വാർഡ് കമ്മിറ്റി കൊണ്ടുകൊടുത്ത പുരസ്കാരമാണിത്. തുടർ പഠനത്തിനായി അവർ സഹായിക്കാമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് സഹായിച്ചിട്ടില്ല എന്നും വിളിക്കുമ്പോഴൊന്നും ഫോൺ എടുക്കുന്നില്ല എന്നുമാണ് ശ്രീകല പറഞ്ഞത്. ഒച്ചയില്ലാതെയാണ് ഞാൻ എൻ്റെ മോളെ വളർത്തി ഇതുവരെ എത്തിച്ചത്. പക്ഷേ ഈ സുരക്ഷിതയില്ലാത്ത പാർപ്പിടങ്ങളിൽ ഉള്ള ജീവിതമാണ്. എന്നിട്ട് ഞാൻ അവളെ നോക്കി ഇതുവരെ എത്തിച്ചു. ഇനി മുകളിലോട്ട് എൻ്റെ കണ്ണെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ വീടില്ല, അതാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇപ്പം ഈ ഇടയ്ക്ക് തന്നെ കഥവെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് ആരോ ഇവിടെ വന്ന് ഒരുപാട് നേരം ശ്രദ്ധിച്ചു. അപ്പം ഞാനില്ലായിരുന്നു. അപ്പോൾ അപ്പത്തെ ചേച്ചിയോട് പറഞ്ഞപ്പോൾ, അയൽവക്കത്തെ ചേച്ചിയോട് പറഞ്ഞപ്പോൾ അവരെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഇനി നിങ്ങൾ ധൈര്യമായിട്ട് കിടന്നോ, ഞങ്ങൾ അയൽക്കാരുണ്ട്. അമ്മയും മോളും ധൈര്യമായിട്ട് കതവ് തുറന്നിട്ടു. ആരെങ്കിലും ഇവിടെ വന്നാൽ ഞങ്ങൾ അറിയിച്ചാൽ മതി, ഞങ്ങൾ വരും എന്ന് അവർ ഉറപ്പ് തന്നതിന് ശേഷമാണ് ഞങ്ങൾ ഈ വാതിൽ തുറന്നത്. അതിന് മുമ്പ് അടച്ച് നമുക്ക് ഇവിടെ ഒന്നും അറിഞ്ഞൂടാ, പരിചയമില്ലാത്ത സ്ഥലമാണ്. പക്ഷെ അവർ ഞങ്ങളെ സ്വഭാവം നല്ലവരായതുകൊണ്ടാണോ എന്നറിയില്ല. അവർ അനുസരിച്ച് ഞങ്ങളോട് സഹകരിക്കും, ശ്രദ്ധിക്കും. പിന്നെ വാതിലെല്ലാം തുറന്നിട്ടാണ് ഞങ്ങൾ കിടക്കണം. ശ്രീകല നിരന്തരം ഞങ്ങളെ ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പള്ളിച്ചൽ പെരിങ്ങമലയിലുള്ള ഈ വീട്ടിലേക്ക് എത്തിയത്. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ ദയനീയമാണ് ഈ വീടിൻ്റെ അവസ്ഥ, പ്രത്യേകിച്ച് ഗായത്രിയുടെ അവസ്ഥ. മക്കളുടെ വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനും വേണ്ടി ലക്ഷങ്ങളും കോടികളും പൊടിക്കുന്ന നാട്ടിലാണ് +2-ന് 92% മാർക്കുണ്ടായിട്ടും ഒരു പെൺകുട്ടി തുടർ പഠനത്തിന് നിവൃത്തിയില്ലാതെയും ആഹാരം പോലുമില്ലാതെയും ജീവിക്കുന്നത്. ഗായത്രിക്ക് വേണ്ടത് അവളുടെ പഠനത്തിനായി ഒരു സ്പോൺസറെയാണ്. ഈ കുടുംബത്തിന് ഒരു വീടുണ്ടാക്കി കൊടുക്കേണ്ടത് എന്നെയും നിങ്ങളെയും പോലെയുള്ള സന്മനസ്സുകളുടെ ചുമതല മാത്രമല്ല, ഉത്തരവാദിത്തം കൂടിയാണ്. അതിൽ നിന്ന് നമുക്കൊരിക്കലും ഒഴിഞ്ഞു മാറാനാകില്ല. ഗായത്രിക്ക് ഒരു സ്പോൺസറെ കിട്ടിയില്ലെങ്കിൽ ഗായത്രിയുടെ പഠന ചെലവ് ഏറ്റെടുക്കാൻ ഞങ്ങൾക്ക് പ്രാരാബ്ധക്കാരാണ് എങ്കിൽ പോലും DNA ന്യൂസ് തയ്യാറാണ്. നിങ്ങളിൽ ആരെങ്കിലും ഇത് കണ്ട് ഗായത്രിയുടെ പഠനത്തിന് വേണ്ടി അവളുടെ പഠന ചെലവ് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ ദയവായി ഞങ്ങളെയോ ഗായത്രിയെയോ അറിയിക്കുക. മാത്രമല്ല, ഈ കുടുംബത്തിന് ഒരു വീടൊരുക്കി കൊടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. രോഗിയായ ഒരമ്മയും പ്രായപൂർത്തിയായ ഒരു മകളും ആഹാരം പോലുമില്ലാതെ ജീവിക്കേണ്ടി വരുന്നത് നേരിൽ കണ്ടവരാണ് ഞങ്ങൾ. ഇനിയും ഇത് കണ്ടിരിക്കാൻ കഴിയില്ല. എല്ലാവരും ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ക്യാമറമാൻ ജെയിൻ സ്റ്റീവൻസിനൊപ്പം സുമേഷ് മാർക്കോപോളോ, DNA ന്യൂസ്.